എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് പറയുമ്പോൾ തന്നെ അക്ഷരസ്ഫുടത വരുമെന്നറിയില്ല, എന്തുകൊണ്ടാണ് ഈ പേരിട്ടത്? പടം കാണാൻ അടുത്ത ഷോ ബുക്ക് ചെയ്തൊക്കെയാണ് ആണോ? ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ മധുരം എന്നുള്ള ആദ്യ സിനിമയേക്കാൾ നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി വ്യത്യസ്ത ഒരു സിനിമ, വ്യത്യസ്ത ഒരു ജോണർ, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സിനിമയിലോട്ട് പിച്ച് ചെയ്യാൻ തോന്നിയത് ഐഡിയ? തമിഴ് തെലുങ്ക് സിനിമകളൊക്കെ കാണുമ്പോൾ ഒരു ആഗ്രഹമുണ്ട് അങ്ങനത്തെ ഒരു സിനിമ ഇവിടെ മലയാളത്തിൽ നമുക്ക് കണ്ടാക്കൊള്ളാം ആകാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. കാരണം നമ്മുടെ ഒരു സ്കെയിലും ക്യാൻവാസൊക്കെ വരണമല്ലോ, ആക്ടേഴ്സ് സ്റ്റാർസ് നമ്മളെ കൂടെ നിൽക്കണം. അങ്ങനെ സിനിമയിലൊന്നും ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്, അപ്പോൾ എങ്ങനെ ആൾക്കാർ കൂടെ നിൽക്കുമെന്ന് അറിയില്ല. എനിക്കൊരു സംഭവിച്ചു അങ്ങനെ ഒരു സിനിമ നമുക്കിവിടെ ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. ഓഡിയൻസിൻ്റെ റെസ്പോൺസ് എടുത്തപ്പോൾ കിട്ടിയൊരു ഫീഡ്ബാക്ക് തമിഴിലെ ബ്ലോക്ക് ബസ്റ്ററായിട്ടുള്ള മാർക്ക് ആൻ്റണിയൊക്കെ പോലത്തെ ഒരു വൈബ് വരുന്നൊരു പടമാണ് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കമ്പാരിസൺ ഒക്കെ വരുന്നുണ്ട്. എന്താണ് അത്തരത്തിലുള്ള കമ്പാരിസൺ? മാഡ്നസിലൂടെ കഥ പറയുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ആൾക്കാർക്ക് അങ്ങനെ ഒരു ആ സിനിമയൊക്കെ നമ്മുടെ മനസ്സിലുള്ള സിനിമകളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ചിലപ്പോൾ വന്നു പോയിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു മീറ്റർ തന്നെയാണ് സിനിമ. പിന്നെ പറയുന്ന ലോജിക്കൊക്കെ മാറ്റി വെച്ചിട്ടാണോ സിനിമ കാണാൻ വരാൻ എന്നൊരു കാര്യം പറയുന്നത്? പരാതികൾ ഉണ്ടാവില്ല. നമ്മൾ ഒരുപാട് പരാതി പറയാൻ വേണ്ടി കാണരുത്. ഇത് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് അതെന്താ എങ്ങനെയാന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ഇങ്ങനെ ഒരു കഥ തന്നെ ഉണ്ടാവില്ല. 5 മിനിറ്റ് സിനിമ കഴിയും. ദിലീപേട്ടനെ തന്നെ മനസ്സിൽ വിചാരിച്ച് എഴുതിയൊരു സിനിമയാണോ? നമ്മൾ പല ആക്ടേഴ്സിനൊക്കെ ആദ്യം കൺസിഡർ ചെയ്തിരുന്നു. പക്ഷേ അത് പിന്നീട് ഒരു ക്യാരക്ടറിലേക്ക് ലാൻഡായിരുന്നു. നമ്മൾ ദിലീപേട്ടനെ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിനെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയുള്ള രീതിയിൽ ഈ സിനിമ അദ്ദേഹത്തിന് ഏറ്റവും ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നൊരു രീതിയിൽ തന്നെ ആക്കിയ ശേഷം അദ്ദേഹത്തിന് ചെല്ലുന്നു. മറ്റൊരു ഫോർമാറ്റിലൊക്കെ ആയിരുന്നു ആദ്യം, വേറെ ഫോർമാറ്റിലൊക്കെ ചിന്തിച്ചത്. ഈ ഒരു മീറ്ററിൽ ഇങ്ങനൊരു സിനിമ ഈ ദിലീപേട്ടൻ അല്ലാതെ ഫുൾ ഓഫ് ചെയ്യാൻ എനിക്ക് വേറെ ആക്ടേഴ്സിന് നമുക്ക് തോന്നുന്നില്ല. കണ്ടിട്ട് നിങ്ങളും കൂടെ പറയുന്നത്. ദിലീപേട്ടൻ മാത്രമല്ല, ലാലേട്ടൻ, അതും പുതുമുഖ സംവിധായകനും താരതമ്യേന പുതുമുഖ റൈറ്ററാണെന്ന് പറയാം രണ്ടാമത്തെ സിനിമയിൽ. പക്ഷേ അങ്ങനെ ഒരു സിനിമയിൽ രണ്ടുപേരും ഒരുമിച്ച് കിട്ടുമെന്നോ ഒരാളെ തന്നെ കിട്ടാൻ വലിയ ഭാഗ്യം. അപ്പോൾ ആ ഭാഗ്യത്തെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? എങ്ങനെയാണ് ഇവർ രണ്ടുപേരും വന്നത് ഒരുമിച്ച്? ഇപ്പോഴും അത് അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല. നമ്മുടെ സിനിമയിൽ ഇവരൊക്കെ വരികയെന്ന് പറയുന്നത് ഇവരൊക്കെ എന്തോ നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആൾക്കാരല്ലേ. നമ്മുടെ സിനിമയിൽ വരിക അതൊക്കെ ഭയങ്കര അറിയില്ല, അൺബിലീവബിളായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ്. ഒരു 7 വർഷമൊക്കെ കഷ്ടപ്പെട്ടാണ് ഒരു സിനിമ തിയേറ്ററിൽ ഇങ്ങനെ എത്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ വിചാരിക്കുന്ന പോലുള്ള ആക്ടേഴ്സിനെ കിട്ടാന്ന് പറയുന്നതാണല്ലോ ഏറ്റവും ഇതിലൊരു നമ്മുടെ ഒരു നല്ല സമയമായിരിക്കും അതുകൊണ്ടായിരിക്കും അതൊക്കെ നടന്നത്. മധുരം ബ്രോ ഒറ്റയ്ക്ക് എഴുതിയ പടമാണ്. ഈ രണ്ടാമത്തെ പടമായിട്ടുള്ള ബബ്ബ ഒരു മാഡ്നസ് ഉള്ള പടമാണെന്ന് പറഞ്ഞു, അതുകൊണ്ടാണോ നൂറിനായിട്ട് ഒരുമിച്ചിരുന്ന് എഴുതിയത്? അല്ല, നമുക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് ഇങ്ങനത്തെ സിനിമകൾ ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഒരു സിനിമ നമുക്ക് ഇങ്ങനത്തെ സിനിമ ചെയ്യണം, ഇങ്ങനൊരു അടിച്ചുപൊളി പടം ചെയ്യണം എന്നുള്ളൊരു ആ ഒരു മൂഡിൽ ചെയ്ത സിനിമയാണ്. അങ്ങനെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്കി ഓഡിയൻസ് പറയട്ടെ, നമ്മളൊന്നും പറയാനുള്ള കാര്യമില്ല. ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഓഡിയൻസ് നൂറിലൊരു റൈറ്റർ ഉണ്ടെന്ന് എങ്ങനെയാണ് തോന്നിയത്? അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് പരസ്പരം പറയുമ്പോൾ കഥകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും സിനിമയാണല്ലോ നമ്മുടെ ഡിസ്കഷൻ. അപ്പം അങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നി നമ്മളൊക്കെ ചെയ്യാൻ നന്നായിരിക്കും തോന്നി. പിന്നെ എൻ്റെ സുഹൃത്താണ് ഡയറക്ടർ ധനഞ്ജയ്, അടുത്ത സുഹൃത്ത്, നമ്മളൊക്കെ ഒരുമിച്ചുള്ളവരാണ് കുറേ വർഷങ്ങളായിട്ട്. അപ്പോൾ നമ്മുടെ ഒരു റാപ്പ് പോലുണ്ടായ ഒരു സിനിമയാണിത്. ഒരു സ്ക്രീൻ പ്ലേ എഴുതേണ്ട കൃത്യമായിട്ടുള്ള ഫോർമാറ്റിലാണോ ഈ സിനിമ എന്ന് പോലും ഞങ്ങൾക്ക് പറയാനറിയില്ല. തിയേറ്ററിലിരുന്ന് സിനിമ കാണുമ്പോൾ നമുക്ക് കൈയടിക്കാനും വിസിലടിക്കാനും ഡാൻസ് കളിക്കാനും തോന്നുന്ന മൊമെൻറ്റുകൾ ഉണ്ടാക്കാൻ തിയേറ്ററിൽ സിനിമ കണ്ടു എന്നൊരു പരിചയത്തിൽ നമുക്ക് കുറച്ച് അറിയാതെ തോന്നി. അതുകൊണ്ട് നമ്മളൊന്ന് ട്രൈ ചെയ്തതാണ്. ബ്രോ ഒരു ആക്ടറാണ്, റൈറ്ററാണ്, പുതുമുഖമാണ്. അപ്പോൾ ഇനി സിനിമയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആക്ടേഴ്സിനോടും റൈറ്റേഴ്സിനോടും ഡയറക്ടേഴ്സിനോടൊക്കെ എന്താണ് ബ്രോയ്ക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്നല്ല, ഒരു കറക്റ്റായിട്ടുള്ളൊരു കാര്യം എന്നാണ് കൊടുക്കാനുള്ള? കാരണം പലർക്കും അറിയില്ല, പലരും ഇങ്ങനെ എങ്ങനെ വരും എങ്ങനെ ചെയ്യും എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടിലായിരിക്കും. എന്നാൽ ബ്രോയുടെ അഡ്വൈസ്? അഡ്വൈസ് കൊടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇതിനകത്തൊരു കൃത്യമായിട്ടുള്ളൊരു വഴിയൊന്നുമില്ല. ആർക്കും പല പാത്താണ് എടുക്കേണ്ടി വരിക. ഞാൻ വിചാരിച്ച കൃത്യമായിട്ടുള്ള പാത്തിലൂടെയല്ല എൻ്റെ കാര്യങ്ങൾ നടന്നത്. ഞാനൊരു ആക്ടറായി വന്ന് എന്നോ ഒരു സിനിമ സ്ക്രിപ്റ്റ് എഴുതുന്നതൊക്കെ ആഗ്രഹിച്ച ഒരാളാണ്. ആക്ടിങ് കരിയറിൻ്റെ തുടക്കത്തിലുണ്ടായ ചെറിയ എനിക്ക് മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴാണ് നമ്മൾ പ്ലാൻ ബി ആയിട്ട് ഇറങ്ങിയത്. അങ്ങനെയാണ് എഴുത്തുകാരനായത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ വന്നാലും സിനിമയാണ് നമ്മുടെ എല്ലാം. അപ്പോൾ അതിനകത്ത് നമ്മൾ സക്സീഡായേ പറ്റും. ഇത്രയും വന്നതല്ലേ. എനിക്കൊരു 8 വർഷം എടുത്തു ഇങ്ങനൊരു സിനിമ ചെയ്തു. ഞാൻ കൊച്ചിയിലേക്ക് വന്ന് 8 വർഷമായി. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ട്രൈ ചെയ്തതാണ് ഇങ്ങനൊരു സിനിമ. അപ്പോൾ അതുകൊണ്ട് ചിലർക്ക് ചിലപ്പോൾ ഒരു മാസം നടക്കും, ചിലർക്ക് 1 വർഷം നടക്കും, ചിലർക്ക് 8 വർഷം എടുക്കും, ചിലർക്ക് 10-15 വർഷമായിട്ട് നടക്കാത്ത ആൾക്കാരുണ്ട്. നടക്കുന്നു, നമുക്ക് പറ്റും. ഓക്കെ, താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്.